അധികാരവും സ്ഥാനമാനങ്ങളും മുഴുവൻ അനുഭവിച്ച ശേഷം പാർട്ടിയെ വഞ്ചിച്ച് നടത്തിയ രാഷ്ട്രീയ കൂടുമാറ്റത്തിന് CPM-ൽ അനുതാപമല്ല, ആഘോഷമാണ്. CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സുജാ ചന്ദ്രബാബു പാർട്ടി വിട്ട് മുസ്ലിം ലീഗിൽ ചേർന്ന സംഭവത്തിൽ അഞ്ചലിൽ CPM പ്രവർത്തകർ പായസം വെച്ചും മധുരം വിതരണം ചെയ്തുമാണ് സന്തോഷം പങ്കുവച്ചത്. പാർട്ടിയെ വഞ്ചിച്ചയാൾ പോയതോടെ പാർട്ടി രക്ഷപ്പെട്ടു എന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു പ്രവർത്തകരുടെ തുറന്ന ആഘോഷം. പാറവിള വാർഡിലെ CPM പ്രവർത്തകരും അഞ്ചൽ ഏരിയ നേതൃത്വത്തിലെ ചിലരുമാണ് ആഘോഷ പരിപാടിക്ക് നേതൃത്വം കൊടുത്തത്. 3 തവണ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും 1 തവണ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും AIWA മുൻ കൊല്ലം ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ച വ്യക്തിയാണ് സുജാ ചന്ദ്രബാബു. ഇങ്ങനെ ഇടതുപക്ഷത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അധികാരങ്ങളും അനുഭവിച്ച ശേഷമാണ് പാർട്ടിയെ ഉപേക്ഷിച്ചതെന്നാണ് CPM പ്രവർത്തകരുടെ കടുത്ത ആരോപണം. CPM-ന്റെ വർഗീയ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് സുജാ ചന്ദ്രബാബു വിശദീകരിക്കുന്നത്. എന്നാൽ ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുനലൂർ സീറ്റ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ ചാട്ടമാണെന്നാണ് CPM പ്രവർത്തകരുടെ ആക്ഷേപം. ഇടതിന് ശക്തമായ വേരോട്ടമുള്ള പുനലൂരിൽ അതേ പാളയത്തിൽ നിന്നൊരു മുഖം അടർത്തി മത്സരിപ്പിക്കാനുള്ള ലീഗിന്റെ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ കൂടുമാറ്റമെന്നും പ്രവർത്തകർ പറയുന്നുണ്ട്. പാറവിള വാർഡ് രൂപീകരിച്ച നാൾ മുതൽ CPM വിജയിച്ചിരുന്ന പ്രദേശമാണിത്. എന്നാൽ സുജാ ചന്ദ്രബാബുവിന്റെ പ്രവർത്തന പരാജയമാണ് ഇത്തവണ BJPക്ക് വിജയം സമ്മാനിച്ചതെന്നും വർഷങ്ങളായി സുജയും കുടുംബാംഗങ്ങളും മാറി മാറി മത്സരിച്ച് പ്രദേശത്തെ രാഷ്ട്രീയം കൈവശം വെച്ചിരുന്നുവെന്നും CPM പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജനവിധിയെ പോലും തകർക്കുന്ന വ്യക്തിപരമായ അധികാര രാഷ്ട്രീയമാണ് സുജാ ചന്ദ്രബാബു പിന്തുടർന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട്. കഴിഞ്ഞ തവണ 2 തവണയായി പുനലൂരിൽ നിയമസഭാ സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. ഈ സീറ്റ് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ശ്രമം ശക്തമാക്കിയിരിക്കുമ്പോൾ സീറ്റ് നിലനിർത്താൻ പൊതു സ്വാതന്ത്ര്യം തേടിയിരുന്ന ലീഗ് ഒടുവിൽ CPM-ൽ നിന്നൊരു നേതാവിനെ ഇറക്കാനുള്ള നീക്കത്തിലാണെത്തിയത്. മുസ്ലിം ലീഗ് തന്നെ ഇവിടെ മത്സരിച്ചാൽ സുജാ ചന്ദ്രബാബു സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാക്കി കഴിഞ്ഞുവെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളുടെ വിലയിരുത്തൽ. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗ് അംഗത്വം സ്വീകരിച്ച സുജാ ചന്ദ്രബാബു 30 വർഷത്തെ CPM ബന്ധം ഉപേക്ഷിച്ചതിനെ ആദർശ പോരാട്ടം എന്ന നിലയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ ഇതിനെക്കുറിച്ച് വലിയ പ്രതിഷേധമാണുള്ളതെന്നാണ് CPM പ്രവർത്തകർ പറയുന്നത്. അധികാരം നഷ്ടപ്പെട്ടപ്പോൾ പുതിയ രാഷ്ട്രീയ താവളം തേടിയതല്ലാതെ ഇതിൽ യാതൊരു ആദർശ രാഷ്ട്രീയവുമില്ലെന്നാണ് പ്രവർത്തകരുടെ പൊതുവായ നിലപാട്. ഒരാഴ്ചക്കിടെ കൊല്ലം ജില്ലയിൽ നിന്ന് CPM വിടുന്ന 2ാമത്തെ പ്രമുഖ നേതാവാണ് സുജാ ചന്ദ്രബാബു. എന്നാൽ ഈ രാജി പാർട്ടിക്ക് ദൗർബല്യമല്ലെന്നും മറിച്ച് അവസരവാദ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്ന ഉദാഹരണമാണെന്നും CPM പ്രവർത്തകർ ആവർത്തിക്കുന്നുണ്ട്.